ഇന്നത്തെ വലിയ വാർത്ത റീജിയണൽ സെൻസർ ബോർഡ് കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങളുമായി ഫിലിം ചേംബർ. ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് ആലോചന. ഓഫീസും സ്ക്രീനിങ്ങും 2 സ്ഥലങ്ങളിലായത് നിർമ്മാതാക്കൾക്ക് അധിക ചെലവാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫിലിം ചേംബർ സാംസ്കാരിക മന്ത്രിക്ക് കത്തയച്ചിട്ടും മറുപടിയില്ല. സൈഫുനിസ അലിയാർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഫിലിം ചേംബറിന്റെ നീക്കം? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നിലവിൽ റീജിയണൽ സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരത്താണ്. ആദ്യം ഇത് KSFDCയുടെ ബിൽഡിംഗിലായിരുന്നു. പിന്നീട് KSFDCക്ക് ഈ ബിൽഡിംഗ് ഒരു സ്വകാര്യ സ്ഥാപനത്തിന് വാടകയ്ക്ക് നൽകാൻ 2 ലക്ഷം രൂപ പ്രതിമാസം വാടക ലഭിക്കുമെന്ന് പറഞ്ഞ് സിനിമയ്ക്കായി പ്രവർത്തിക്കുന്ന CBFCയുടെ റീജിയണൽ സെൻസർ ബോർഡ് തിരുവല്ലത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ബിൽഡിംഗിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് റീജിയണൽ സെൻസർ ബോർഡിന്റെ ഓഫീസ് ഇരിക്കുന്നത് തിരുവല്ലത്തും ഒപ്പം തന്നെ ഇതിന്റെ സ്ക്രീനിങ് നടക്കുന്നത് ലെനിൻ സിനിമാസിൽ ടൗണിലും. ഏകദേശം 10 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ഒരു നിർമ്മാതാവിനോ സംവിധായകനോ സിനിമയുടെ കാര്യങ്ങൾക്കായി ഓഫീസിൽ പോകണമെങ്കിലോ അതല്ലെങ്കിൽ സ്ക്രീനിങ്ങിന് പോകണമെങ്കിലോ ഈ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിക്കേണ്ടി വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമായും സിനിമയുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ഷൂട്ടിംഗ്, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള എല്ലാ ജോലികളും നടക്കുന്നതെല്ലാം തന്നെ കൊച്ചിയിലാണ്. അപ്പോൾ ഈ റീജിയണൽ സെൻസർ ബോർഡ് കൂടി കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്ന തിരുത്തലുകളെല്ലാം തന്നെ കൊച്ചിയിൽ വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യുവാനും അതിനുശേഷം വീണ്ടും റീജിയണൽ സെൻസർ ബോർഡിന് മുമ്പിൽ സമർപ്പിക്കാനും ഒക്കെ തന്നെ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഫിലിം ചേംബർ അങ്ങനെ ഒരു ശ്രമം ഇപ്പോൾ ആലോചിക്കുന്നത്. റീജിയണൽ സെൻസർ ബോർഡ് കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഈ നിർമ്മാതാക്കൾക്ക് എപ്പോഴും യാത്ര ചെയ്യേണ്ടി വരുന്ന ആ ബുദ്ധിമുട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ് റീജിയണൽ സെൻസർ ബോർഡ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ ഇതിന് ഒരു ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്തയക്കാനൊക്കെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ ആലോചന നടത്തുന്നത്. മുന്നോടിയായിട്ട് ഈ 2 സ്ഥലങ്ങൾ സാംസ്കാരിക വകുപ്പിന്റെ നിലപാടെന്ന് പറയുന്നത് ശരിക്കും ഇതിനൊരു സംരക്ഷണം നൽകേണ്ടത് KSFDC ആണ്. പക്ഷേ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഓഫീസിലുണ്ടായിരുന്ന ഈ സ്ഥാപനം തന്നെയാണ് മറ്റൊരു സ്ഥാപനത്തിന്, സ്വകാര്യ സ്ഥാപനത്തിന് കൂടുതൽ വാടക കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. പക്ഷേ അവരുടെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന CBFCയുടെ റീജിയണൽ ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി 2 ലക്ഷം രൂപയോളം വാടകയ്ക്ക് മറ്റൊരു കമ്പനിക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പിന് ഇത് കത്തയച്ച് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഫിലിം ചേംബർ കത്തയച്ചിട്ട്. പക്ഷേ സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇത് കൂടാതെ KSFDC ചെയർമാനും കത്തയച്ചിട്ടുണ്ട്. KSFDC ചെയർമാൻ നോക്കാം, ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞല്ലാതെ അതിലും മറ്റു നടപടികളൊന്നുമില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഫിലിം ചേംബർ കേന്ദ്ര സർക്കാരിനെ തന്നെ സമീപിച്ച് ഈ സെൻസർ ബോർഡ്, റീജിയണൽ സെൻസർ ബോർഡ് തിരുവനന്തപുരം എന്നുള്ളത് കൊച്ചിയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം നടത്തുന്നത്. സാധാരണ എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എവിടെയാണോ അവിടെ വെച്ചിട്ടാണ് ഈ റീജിയണൽ സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്തും റീജിയണൽ സെൻസർ ബോർഡ് എത്തിയത്. പക്ഷേ കൊച്ചിയിൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കാക്കി കൊച്ചിയിൽ സിനിമകൾ നടക്കുന്നത് സ്റ്റുഡിയോകളും പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് ഈ റീജിയണൽ സെൻസർ ബോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുഴുവൻ സിനിമാ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ഒക്കെ തന്നെ ഗുണമാകും എന്നുള്ളതുകൊണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഫിലിം ചേംബർ ഇങ്ങനെ ഒരു നീക്കം ആലോചിക്കുന്നത്. ഓക്കെ, സൈഫുനിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്.